സോ ഹലോ ഗായ്സ്. സോ ഇന്ന് നമ്മൾ ബുൾഡക്ക് നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം വേണ്ടത് മഷ്റൂംസാണ്. സോ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുക്കാം. മഷ്റൂംസ് ആയതുകൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്യണം, എല്ലാവർക്കും അറിയാമല്ലോ. അതിന് ശേഷം ഞാനത് ബോയിൽ ചെയ്യാൻ വെക്കുകയാണ്. മഷ്റൂംസ് നല്ല രീതിയിൽ ബോയിലായ ശേഷം മാത്രം സോൾട്ട് ഇടുക. ബിക്കോസ് അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ മഷ്റൂംസ് ഷ്രിങ്ക് ചെയ്ത് നല്ല രീതിയിൽ ബോയിൽ ചെയ്ത് വരും. സോ അതിന് വേണ്ടിയാണ് ഞാൻ സോൾട്ട് ഇടുന്നത്. അതിന് ശേഷം ബോയിൽ ചെയ്ത ശേഷം നമ്മൾ നമ്മുടെ ബുൾഡക്ക് നൂഡിൽസ് എടുക്കാം. യെസ് ഗൈസ്, ദിസ് ഈസ് സംതിങ് ഇൻക്രെഡിബിൾ. ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ് ഈസ് സോ ഗുഡ്. ഭയങ്കര നല്ലതാണ്. ലൈക്ക് ഞാൻ നൂഡിൽസ് ഫാൻസും കാര്യങ്ങളൊന്നുമല്ല, മാഗി ഫാനോ നൂഡിൽസ് ഒന്നുമല്ല. ബട്ട് ദിസ് നൂഡിൽസ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ലൈക്ക് നമുക്ക് വേണമെങ്കിൽ ഇത് റെഡി ടു കുക്കാണ്. ലൈക്ക് വാട്ടർ ആഡ് ചെയ്ത് ബോയിൽ ചെയ്ത് 5 minutes വെച്ചാൽ റെഡിയാവും. ബട്ട് ഇത് കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡിഫറെൻറ്റ് ടേസ്റ്റ്. ട്രസ്റ്റ് മീ വെൻ ഐ സേ ദിസ് ഈസ് സോ ഡിഫറെൻറ്റ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ നൂഡിൽസ് കുക്ക് ചെയ്ത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. സോ ദിസ് ഈസ് മഷ്റൂംസ് നല്ല രീതിയിൽ ബോയിലായി വന്നിട്ടുണ്ട്. ഈ ഒരു ഇതാവുമ്പോൾ നമ്മളിനി ഇത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഈ മഷ്റൂംസ് മാത്രം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വേറൊരു പ്ലേറ്റിലോട്ടാക്കുക. അതിനുശേഷം ഞാനിവിടെ ഫ്രൈ പാൻ എടുത്ത് കുറച്ച് ചൂടായ ശേഷം അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ലൈക്ക് ഒലിവ് ഓയിലാണ്. ഐ പ്രിഫർ ഒലിവ് ഓയിൽ. സോ അതിന് ശേഷം ഞാൻ മഷ്റൂംസ് ആഡ് ചെയ്ത് സോട്ട് ചെയ്യാൻ വേണ്ടി മഷ്റൂംസ് ആഡ് ചെയ്യാണ്. ഇനി കുറച്ച് സോൾട്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സോൾട്ട്. അതിന് ശേഷം കുറച്ച് പെപ്പർ ആവശ്യത്തിനുള്ളത്. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അതൊന്ന് ഫ്രൈ ചെയ്ത പോലെ എടുക്കുക. കുറച്ച് നേരം 2 or 3 minutes, മേ ബി 2 minutes. അതിന് ശേഷം അപ്പം ഞാൻ ഈ മഷ്റൂംസിന് എല്ലാവരും വിചാരിക്കും മഷ്റൂംസ് ഓൾറെഡി ഞാൻ സോൾട്ട് വാട്ടർ ഇട്ട് ബോയിൽ ചെയ്തല്ലോ എന്ന്. ബട്ട് അത് ഞാൻ സ്ട്രെയിൻ ചെയ്യുമ്പോൾ ആ സോൾട്ടും കാര്യങ്ങളൊക്കെ പോവും. സോ അതുകൊണ്ടാണ് ഞാനിവിടെ ഈ സോൾട്ട് ആഡ് ചെയ്യുന്നത്. അതേ പാൻ വീണ്ടും ഞാനത് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അതേ പാൻ ഞാൻ എടുത്തിട്ട് വെള്ളം യൂസ് ചെയ്യാണ്. ലൈക്ക് നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആവശ്യം അത്രയും ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഇത്രയും ബോയിലിംഗ് ആയ ശേഷം മാത്രം നമ്മുടെ ബുൾഡക്കിൻ്റെ സോസസ്, അതിൽ തന്നെ ഉള്ള സോയാ സോസ് ആൻഡ് സോയ സോസ് ആണെന്ന് തോന്നി, എനിക്കറിയില്ല. ഓക്കെ, എനിവേ ആ ഒരു സോയാ സോസും പിന്നെ ഒരു പൗഡർ ലൈക്കൊരു ഇതും ബുൾഡക്ക് ഇതിൽ വരുന്നുണ്ട്. സോ അതാണ് ഞാൻ അടുത്തതായിട്ട് ഇതിലിടാൻ പോകുന്നത്. ദിസ് ഈസ് ദ പൗഡേർഡ് വൺ. ഫ്ലേവർ കിട്ടാനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യും. ഞാനിത് രണ്ടും ആഡ് ചെയ്യും. പിന്നെ ഞാനൊരു സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. സോ അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഇതൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കും. അതിന് ശേഷം എനിക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സോസേജ് എന്നേ ഉള്ളൂ. സോ ഞാൻ 2 ലെഗ് സോസേജ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്ത സോസേജ് യൂസ് ചെയ്യാം, ഫ്രൈഡ് ആയിട്ടോ എന്ത് വേണോ, അത് നിങ്ങളുടെ പ്രിഫറൻസ്. ഞാനിവിടെ അല്ലാതെയാണ് കുക്ക് ചെയ്യുന്നത്. അതിനുശേഷം സോസേജും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതായിട്ട് വന്ന ശേഷം നമ്മുടെ ബുൾഡക്ക് നൂഡിൽസും മഷ്റൂംസും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതെല്ലാം നിങ്ങൾക്കതിലോട്ട് ആഡ് ചെയ്ത്, പിന്നെ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇതാ വരുന്ന ബുൾഡക്ക് സോസ്, ഹോട്ട് സോസ്. ദിസ് ഈസ് സംതിങ് റിയലി ഗുഡ്. ഭയങ്കര നല്ലതാണ് ഇത്. ലൈക്ക് നമുക്ക് ഈ സോസ് നഗറ്റ്സിൻ്റെ കൂടെയും ചിക്കൻ ലൈക്ക് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതാണ് ലാസ്റ്റ് ഒരു കൺസിസ്റ്റൻസി വരുന്നത്. എനിക്ക് വാട്ടറി ഇഷ്ടമല്ല. സോ ഞാൻ ട്രൈ ടൈപ്പാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ഔട്ട്കം ഗൈസ്. ഡു ട്രൈ ഇറ്റ് ഔട്ട് ആൻഡ് ടെൽ മീ ഹൗസ് ഇറ്റ്. So like, share and subscribe to my YouTube channel. So ഇനിയും ഇതുപോലത്തെ കുക്കിംഗ് വീഡിയോസ്, റാൻഡം വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.